ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിൽ വിലപിടിപ്പുള്ള ക്ഷേത്രവസ്തുക്കൾ കാണാനില്ലെന്ന് കണ്ടെത്തൽ. 2000 കിലോ ഭാരമുള്ള ഉരുളി, ആനക്കൊമ്പ്, മഞ്ചാടിക്കുരു തുടങ്ങിയവയുടെ കണക്കിലാണ് അവ്യക്തത ഉള്ളത്. സംഭവം വിവാദമായതിന് പിന്നാലെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. SBI ഗോൾഡ് ഡിപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാക്രമം പുതുക്കി വയ്ക്കാത്തതിനാൽ 79 ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭക്തർ നൽകിയ ചാക്കുകണക്കിനുള്ള മഞ്ചാടിക്കുരു കാണാതായി, കുങ്കുമപ്പൂവ് രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചുവെന്നും ഇക്കാര്യങ്ങളിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു. 2019 മുതൽ 2022 വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിലുടനീളം ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. പാലക്കാട് സ്വദേശി 2002 ക്ഷേത്രത്തിൽ നൽകിയ 2000 കിലോ തൂക്കം വരുന്ന 15 ലക്ഷം രൂപ വിലയുള്ള ഉരുളി കണക്കിൽ ചേർത്തിട്ടില്ല. പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനക്കൊമ്പ് ചെത്തിയതിൽ 530-ലധികം കിലോ കാണാനില്ലെന്ന വിവരവും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.